എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈറ്റമിൻ ബി കോംപ്ലക്സിലെ വൈറ്റമിൻ B1 ആൻഡ് വൈറ്റമിൻ B2 അത് രണ്ടും നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് വൈറ്റമിൻ B3 ആണ്. ഇപ്പോൾ വൈറ്റമിൻ B3 നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അത് എന്താ പ്രത്യേകത? ഇവർക്ക് എല്ലാവർക്കും ഉള്ള പൊതു പ്രത്യേകതയാണ് ഇവരെല്ലാവരും എന്താണ് ജലത്തിൽ ലയിക്കുന്നവയാണ്. അപ്പോൾ വൈറ്റമിൻ B3യും ജലത്തിൽ ലയിക്കുന്നവയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നുള്ളതാണ്. നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയ നാമം വരുന്നത്. എല്ലാ ബി കോംപ്ലക്സിനെയും പോലെ തന്നെ ഇതും എന്താണ് ജലത്തിൽ ലയിക്കുന്നവയാണ്. ഇനി നമ്മുടെ എല്ലാ കോശങ്ങൾക്കും ഇതെന്താണ് വളരെയധികം ആവശ്യമാണ്. അപ്പം കോശത്തിന്റെ വളർച്ച പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ എന്ത് കിട്ടിയേ പറ്റൂ? നിയാസിൻ കിട്ടിയേ പറ്റൂ. ദെൻ കൂടാതെ ഇത് എന്തിനു വേണം? നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ പ്രോട്ടീൻ, ലിപ്പിഡ്, ആൽക്കഹോള് പലതരത്തിൽ. ഇപ്പൊ നമ്മളൊരു മദ്യപാനി അല്ലെങ്കിൽ കൂടി നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് ആൽക്കഹോൾ എത്തുന്നുണ്ട്. അപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഫെർമെന്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലേക്ക് ആൽക്കഹോൾ എത്തുന്നുണ്ട്. അപ്പോൾ ഈ ആൽക്കഹോള്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ഈ ഏത് രീതിയിലൂടെ ആയാലും നമ്മുടെ ശരീരത്തിലേക്ക് എത്തി അതിൽ നിന്ന് ഊർജം പുറത്തേക്ക് കൊണ്ടുവരണം. ആ ഊർജം കിട്ടിയാലേ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഊർജം ലഭിക്കാൻ സഹായിക്കുക എന്നുള്ള റോൾ ആർക്കുണ്ട്? നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡിനുണ്ട്. അപ്പൊ എന്താണ് ഇത്? ജലത്തിൽ ലയിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. ദെൻ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അതുപോലെ തന്നെ ലിപ്പിഡ്, ആൽക്കഹോളിൽ നിന്നൊക്കെ ഊർജം ലഭിക്കാൻ നമ്മളെ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഇത് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുന്നത്. ദെൻ ഇനി എവിടെ നിന്നെല്ലാം ഈ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് കിട്ടുമെന്ന് നോക്കിയാൽ നമുക്കറിയാം ഈസ്റ്റ്, മുട്ട, കരള്, അതുപോലെ തന്നെ നിലക്കടല, മാംസം, മത്സ്യം, പയറുവർഗ്ഗങ്ങള്, ഇലക്കറികള്, ധാന്യങ്ങൾ എന്നിങ്ങനെ പലവിധ സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് കിട്ടും. ഇനി ഇതിന്റെ ഡ്യൂട്ടി എന്താണ്? ഇതിന്റെ ധർമ്മം എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ വൈറ്റമിൻ ബി എന്ന് പറയുമ്പോൾ തന്നെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? ചർമ്മത്തിന്റെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വൈറ്റമിൻ B3 എന്താണ്? ചർമ്മം, അതുപോലെ തന്നെ നമ്മുടെ കുടല്, അതുപോലെ തന്നെ നാഡീ വ്യവസ്ഥ, ഇതിന്റെയൊക്കെ ശരിയായ പ്രവർത്തനം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നടക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് ആണ്. ഇനി ഇതിന്റെ അഭാവം നമുക്ക് വേണ്ടത്ര രീതിയിൽ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ഒരു അസുഖം ഉണ്ടാവും? 3D സിൻഡ്രം എന്ന് പറയുന്ന ഒരു കൂട്ടം അസുഖം. 3D സിൻഡ്രം എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഡെർമറ്റൈറ്റിസ്, വയറിളക്കം, ഡിമെൻഷ്യ. അപ്പൊ നമ്മുടെ ഈ നിയാസിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ദഹനം പ്രോപ്പറായിട്ട് നടക്കാൻ എന്ത് വേണം? എൻസൈമുകൾ വേണം. അപ്പൊ ഈ എൻസൈമുകളുടെ ഒക്കെ പ്രവർത്തനത്തിനും ആര് വേണം? നിയാസിൻ വേണം. അതുപോലെ തന്നെ ലൈംഗിക ഹോർമോണുകളുടെയും ശരിയായ പ്രവർത്തനത്തിന് ആര് വേണം? നിയാസിൻ വേണം. ദെൻ നമ്മുടെ 3D സിൻഡ്രത്തിൽ വരുന്നതാണ് ഡെർമറ്റൈറ്റിസ്. ഡെർമറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തൊലി വെയിൽ കൊള്ളുക അല്ലെങ്കിൽ സൺലൈറ്റോട് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ ആ ഭാഗം അങ്ങനെ പരുപരുന്ന് അതിലുള്ള അതാകെ വരണ്ടു പോയി വിണ്ട് കീറി അതിങ്ങനെ തൊലി ഇങ്ങനെ അടർന്നു പോരുന്ന അവസ്ഥയിലേക്ക് വരും. ആ അവസ്ഥേനെയാണ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയാം. നമ്മുടെ തൊലിയുടെ പ്രശ്നമാണ് ഡെർമറ്റൈറ്റിസ്. ദെൻ രണ്ടാമത്തേതാണ് 3D സിൻഡ്രമിൽ രണ്ടാമത് വരുന്നതാണ് ഡയറിയ എന്ന് പറഞ്ഞാൽ വയറിളക്കം. പ്രോപ്പർ ആയിട്ടുള്ള ദഹനം കിട്ടാണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റൂള് ലൂസായി പോയിക്കൊണ്ടിരിക്കും. മൂന്നാമത്തേതാണ് ഡിമെൻഷ്യ പറയുമ്പോൾ ഓർമ്മക്കുറവ് നാഡികൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്ത കാരണം ന്യൂറോൺ ബന്ധങ്ങൾ പ്രോപ്പറായിട്ട് ഉണ്ടാവാതെ വരും. അപ്പൊ ന്യൂറോൺ ബന്ധങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവണമെങ്കിൽ ആര് വേണം? നിയാസിൻ വേണം. അപ്പോൾ ഈ ന്യൂറോൺ ബന്ധങ്ങൾ പ്രോപ്പറായിട്ട് ഉണ്ടാവാത്ത കാരണം നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവും. ഈ ഓർമ്മക്കുറവ് ഉണ്ടാവുന്ന അവസ്ഥയാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. പിന്നെയുള്ള മറ്റൊരു അസുഖമാണ് പെലഗ്ര എന്ന് പറഞ്ഞാൽ ഇതും അതെ നമ്മുടെ
തൊലി വരണ്ട് വിണ്ട് കീറുന്ന ഒരു അവസ്ഥയാണ് പെലഗ്ര എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും അസുഖങ്ങളാണ് നമ്മുടെ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡിന്റെ കുറവ് മൂലം നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോ ഈ പെലഗ്ര ഇതിന്റെ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാവുന്ന ഒരു അസുഖമാണ് പെലഗ്ര. അപ്പൊ ഈ പെലഗ്ര ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കഴിക്കും? ഈ വൈറ്റമിൻ കഴിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വൈറ്റമിൻ എന്ത് പേരിൽ അറിയപ്പെടും? ആന്റി പെലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടും. ആന്റി പെലഗ്ര വൈറ്റമിൻ, അതായത് ഈ വൈറ്റമിൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? പെലഗ്ര എന്ന അസുഖം ഉണ്ടാവില്ല. അപ്പൊ പെലഗ്ര ഉണ്ടാവാതിരിക്കാൻ എന്നുള്ള രീതിയിൽ ആന്റി പെലഗ്ര വൈറ്റമിൻ എന്ന പേരിൽ കൂടി ആരറിയപ്പെടും? നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് അറിയപ്പെടും. അടുത്ത വൈറ്റമിൻ ആണ് പാന്തോത്തനിക് ആസിഡ് അല്ലെങ്കിൽ B5. പാന്തോത്തനിക് ആസിഡ് B5. അപ്പൊ ഇത് എങ്ങനെയാണ്? ഇതും അതെ വൈറ്റമിൻ ബി ആയത് കാരണം ജലത്തിൽ ലയിക്കുന്ന ജലത്തിൽ ലയിക്കുന്നതാണ്, ആസിഡ് സ്വഭാവം കാണിക്കുന്നതാണ് പാന്തോത്തനിക് ആസിഡ്. ആസിഡ് സ്വഭാവം കാണിക്കുക എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ അയോണുകളെ വിട്ടുകൊടുക്കാനുള്ള അതിനൊരു സൊല്യൂഷനിലേക്ക് ആക്കുകയാണെങ്കിൽ, അതിനെ കലക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് ഹൈഡ്രജൻ അയോണുകളെ വിട്ടുകൊടുക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിന് ആസിഡ് എന്ന് പറയുന്നത്. പാന്തോത്തനിക് ആസിഡ് അത് ജലത്തിൽ ലയിക്കുന്നതാണ്. നമുക്ക് എവിടെ നിന്നൊക്കെ പാന്തോത്തനിക് ആസിഡ് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചക്കറികള്, അതുപോലെ തന്നെ മത്സ്യം, മാംസം, പാലുൽപ്പന്നങ്ങള്, ഇതിൽ നിന്നൊക്കെ നമുക്ക് പാന്തോത്തനിക് ആസിഡ് കിട്ടും. ദെൻ ഇത് നമ്മുടെ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും കോശ വളർച്ചയ്ക്കും വികസനത്തിനും നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് പാന്തോത്തനിക് ആസിഡ്. ഇതിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന അവസ്ഥയാണ് പാരസ്തീഷ്യ എന്ന് പറയുന്നത്. പാരസ്തീഷ്യ നമ്മുടെ വൈറ്റമിൻ B5 പാന്തോത്തനിക് ആസിഡിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന അസുഖമാണ് പാരസ്തീഷ്യ എന്ന് പറയുന്നത്. വൈറ്റമിൻ B5ന്റെ അഭാവം കൊണ്ടുണ്ടാവുന്ന അസുഖമാണ് ഏത്? പാരസ്തീഷ്യ എന്ന് പറയുന്നത്. അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ B6. നമ്മൾ പിരിഡോക്സിൻ എന്ന് പറയും. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിനും രോഗപ്രതിരോധത്തിനും ഒക്കെ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ B6 അല്ലെങ്കിൽ പിരിഡോക്സിൻ എന്ന് പറയുന്നത്. ഇതും അത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ്. കൂടുതലും മാംസ്യം, അതായത് നമ്മുടെ പ്രോട്ടീന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ സഹായിക്കുക, അതിനെ ത്വരിതപ്പെടുത്തുക എന്നുള്ള റോളാണ് ആർക്കുള്ളത്? പിരിഡോക്സിനുള്ളത്. മാംസ്യത്തിന്റെ ഉപാപചയ പ്രവർത്തനത്തിന് സഹായിക്കുക. ഇനി നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്ന ചോദിച്ചാൽ നമുക്ക് ഇറച്ചി, പയറുവർഗ്ഗങ്ങള്, ഗോതമ്പ്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രക്കോളി, അതുപോലെ തന്നെ പഴങ്ങള്, അണ്ടിപ്പരിപ്പ്, ഇതെന്നൊക്കെ നമുക്ക് ധാരാളം പിരിഡോക്സിൻ കിട്ടുന്നുണ്ട്. ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കഴിക്കുമ്പോൾ ഭക്ഷണത്തിലെ പ്രോട്ടീൻ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, അതിന്റെയൊക്കെ സംസ്കരണത്തിനും എന്ത് വേണം? പിരിഡോക്സിൻ വേണം. ഇനി ഇതിന്റെ ധർമ്മങ്ങൾ എന്ന് ചോദിച്ചാൽ ഇതും അതെ നമ്മൾ പറഞ്ഞു, നമുക്കറിയാം എന്താണ് കോ എൻസൈം എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ പിരിഡോക്സിനും എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു കോ എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ അമിനോ ആസിഡുകൾ ഉണ്ട്. ഈ അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? പ്രോട്ടീൻ ഉണ്ടാവുന്നത്. അതായത് മാംസം ഉണ്ടാവുന്നത് അമിനോ ആസിഡുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഒരു മാല പോലെ വെച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? പ്രോട്ടീൻ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അമിനോ ആസിഡ് ആണ് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത്. ട്രിപ്റ്റോഫാൻ എന്നുള്ള ഒരു അമിനോ ആസിഡിൽ നിന്ന് നിയാസിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ, നിയാസിൻ എന്താ? നമ്മുടെ വൈറ്റമിൻ B3 ആണ് നിയാസിൻ. അപ്പോൾ ട്രിപ്റ്റോഫാനിൽ നിന്നും നിയാസിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും ആര്? പിരിഡോക്സിൻ. ദെൻ നമ്മുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ ഉപാപചയ പ്രവർത്തനം പ്രോപ്പറായിട്ട് നടക്കുക, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പേശികളിൽ നിന്ന് ഗ്ലൈക്കോജന്റെ ഉൽപാദനം നടത്തുക, തലച്ചോറിന്റെ പ്രവർത്തനം പ്രോപ്പറായിട്ട് നടക്കുക, രോഗപ്രതിരോധം നടത്തുക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ധർമ്മങ്ങളായിട്ട് വരുന്നത്. ഇനി ഇൻ കേസ് നമുക്ക് വേണ്ടത്ര പ്രോപ്പർ ആയിട്ടുള്ള പിരിഡോക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളർച്ചക്കുറവ്, അതുപോലെ തന്നെ അനീമിയ, അപസ്മാരം, ഇതിലേക്കൊക്കെ ലീഡ് ചെയ്തു പോകും. ദെൻ വളരെ തീരെ നമുക്ക് പിരിഡോക്സിൻ കിട്ടുന്നില്ല, അത്രയും അഭാവം കാണിക്കുന്നുവെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന അസുഖമാണ് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ എന്ന് പറയും. മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ വളരെ വളരെ തീവ്രമായിട്ടുള്ള അവസ്ഥയാണ് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ലക്ഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തളർച്ച, പേടി, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഈ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയയുടെ ലക്ഷണങ്ങളാണ്. അനീമിയ
എന്ന് കേട്ടാൽ തന്നെ അവിടെ എന്തില്ല, രക്തത്തിന്റെ കുറവ് അല്ലെങ്കിൽ രക്തകോശങ്ങളുടെ കുറവ് അവിടെ വളരെയധികം കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് വളർച്ചക്കുറവ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വരും, രക്തക്കുറവ് വരും. അത് എന്തിലേക്ക് ലീഡ് ചെയ്യും, അനീമിയയിലേക്ക് ലീഡ് ചെയ്യും. വളരെ കൂടുതൽ ഇത് പിരിഡോക്സിന്റെ ഒക്കെ അഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിലോട്ട് പോകും, മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയയിലേക്ക് പോകും. ഇനി വൈറ്റമിൻ ബി പിരിഡോക്സിന്റെ അഭാവം കൊണ്ടുണ്ടാവുന്ന മറ്റൊരു അസുഖമാണ് ഏത്, പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും. പെരിഫറൽ ന്യൂറോപ്പതി, നമ്മുടെ നാഡീ വ്യവസ്ഥനെ തളർത്തുന്ന ഒരു തരം അസുഖമാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പിരിഡോക്സിൻ? പിരിഡോക്സിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B6ന്റെ ശാസ്ത്രീയ നാമമാണ് പിരിഡോക്സിൻ. ഇത് വെള്ളത്തിൽ അലിയുന്ന ഒരു വൈറ്റമിൻ ആണ്. നമ്മുടെ ശരീരത്തിൽ മാംസ്യത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ പങ്കെടുക്കുക എന്നുള്ളതാണ് അതിന്റെ റോളായിട്ട് വരുന്നത്. പലതരം വസ്തുക്കളിൽ നിന്ന് നമുക്കത് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറച്ചി, പയറുവർഗ്ഗങ്ങൾ, ക്യാബേജ്, ബ്രക്കോളി, കോളിഫ്ലവർ പോലെയുള്ള വസ്തുക്കളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, പിരിഡോക്സിൻ കിട്ടും. കോഎൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ട്രിപ്റ്റോഫാൻ എന്നുള്ള അമിനോ ആസിഡിൽ നിന്ന് നിയാസിൻ ഫോം ചെയ്യാൻ സഹായിക്കും. ദെൻ അന്നജത്തിന്റെ ഉപാപചയ പ്രവർത്തനം സഹായിക്കും. പേശികളിൽ നിന്ന് ഗ്ലൈക്കോജൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. അപ്പൊ എന്താണ് പേശികളിൽ നിന്ന് ഗ്ലൈക്കോജൻ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാല്, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിൽ എന്തിന്റെ അളവ് കൂടും, ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. കാരണം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആണ് കഴിക്കുന്നത്. കാർബോഹൈഡ്രേറ്റിന്റെ ഏറ്റവും ചെറിയ ഫോമാണ് ഗ്ലൂക്കോസ്. അപ്പൊ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് അധികമായി കഴിഞ്ഞാൽ അത് എന്താണ്, നമുക്ക് ഷുഗർ വരാൻ കാരണമാവും. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ശരീരത്തിന് കേടൊന്നും വരുത്താതെ എന്ത് ചെയ്യും, ഇൻസുലിൻ അതിനെ എന്ത് ചെയ്യും, ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. ഗ്ലൈക്കോജൻ ആക്കിയിട്ട് എവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും, പേശിയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ദെൻ എപ്പോഴാണോ നമുക്ക് വേണ്ടത്ര ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ ഇല്ലാതെ വരുന്നത്, അപ്പൊ എന്ത് ചെയ്യും, ഈ പേശിയിലുള്ള ഗ്ലൈക്കോജനെ എഗെയിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പേശികളിൽ നിന്ന് ഗ്ലൈക്കോജൻ ഉൽപ്പാദിപ്പിക്കാൻ ആര് വേണം, നമ്മുടെ പിരിഡോക്സിൻ ആവശ്യമാണ്. ദെൻ തലച്ചോറിന്റെ പ്രവർത്തനം നടത്താനും രോഗപ്രതിരോധ ശേഷി നിലനിർത്താനൊക്കെ നമുക്ക് ഇത് വളരെ കൂടിയേ തീരും. ഇനി പിരിഡോക്സിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രണ്ട് പ്രധാനപ്പെട്ട അസുഖമാണ്, ഒന്ന് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ, രണ്ട് പെരിഫറൽ ന്യൂറോപ്പതി. അടുത്തതാണ് വൈറ്റമിൻ B7. വൈറ്റമിൻ B7 എന്ന് പറയുമ്പോൾ ബയോട്ടിൻ എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. വൈറ്റമിൻ B7 പണ്ട് കാലത്ത് ഇത് വൈറ്റമിൻ H എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വൈറ്റമിൻ ആണ് ബയോട്ടിൻ. ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B7 പണ്ട് കാലത്ത് വൈറ്റമിൻ H എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B7 എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഇതും അതെ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ്. പിന്നെ കൂടാതെ ഇതിന്റെ അഭാവം മൂലം നമുക്ക് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഡെർമറ്റൈറ്റിസ്, തൊലി വിണ്ടുകീറുന്ന അവസ്ഥ, ഡെർമറ്റൈറ്റിസിന് പോവും. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തില് പൊതുവെ വൈറ്റമിൻ നമുക്ക് എന്ത് കിട്ടണം, ഭക്ഷണത്തിലൂടെ കിട്ടണം. വൈറ്റമിൻ K, അതുപോലെ തന്നെ വൈറ്റമിൻ B7, B12 ഒക്കെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുള്ളൂ, നിർമ്മിക്കപ്പെടുന്നുള്ളൂ. അപ്പൊ ചെറുകുടലിൽ ബാക്ടീരിയകളുടെ സഹായത്തോടെ നിർമ്മിക്കപ്പെടുന്ന ഒരു വൈറ്റമിൻ ആണ് ബയോട്ടിൻ, അതായത് B7. അത് നമുക്ക് ഇനിയിപ്പോ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണത്തിലൂടെ കിട്ടിയില്ലെങ്കിൽ കൂടി നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ബാക്ടീരിയകളുടെ സഹായത്തോടു കൂടി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എലിസ ടെസ്റ്റ്, അതായത് എയ്ഡ്സ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ നമ്മൾ കൺഫേം ചെയ്യാനൊക്കെ ചെയ്യുന്ന ടെസ്റ്റാണ് എലിസ ടെസ്റ്റ്. ഈ എലിസ ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്, വൈറ്റമിൻ B7 അല്ലെങ്കിൽ ബയോട്ടിൻ എന്ന് പറയുന്നത്. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നതാണ് ബയോട്ടിൻ. അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ B9. നമ്മൾ ഫോളിക് ആസിഡ് എന്ന് വിളിക്കുന്ന വൈറ്റമിൻ B9. വൈറ്റമിൻ B9 അത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ്. നമുക്ക് പച്ചക്കറികള്, കരള്, വൃക്ക, എള്ള്, ബീൻസ്, നമ്മുടെ നല്ല ക്യാരറ്റ് ഇതിലൊക്കെ കഴിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഒരു വൈറ്റമിൻ ആണ് ഫോളിക് ആസിഡ്, വൈറ്റമിൻ B9 എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കൾ രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് വളരെ 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 അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. രക്തകോശങ്ങളുടെ, അതായത് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് ഇത്, വൈറ്റമിൻ B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിന്റെ കുറവ് കാരണം എന്ത് സംഭവിക്കും, രക്തകോശങ്ങളുടെ ഉൽപാദനം
ഉൽപാദനം കുറയും. രക്തകോശങ്ങൾ ഉൽപാദനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കുറയും? ഈ രക്തകോശങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? പ്രത്യേകിച്ചും ചുവന്ന രക്താണുക്കളുടെ ഡ്യൂട്ടി എന്താണ്? ഓക്സിജനെ സംവഹനം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഡ്യൂട്ടി. അപ്പൊ ഈ ഓക്സിജൻ രക്തകോശങ്ങളുടെ ഉൽപാദനം കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ എണ്ണം കുറയും. അപ്പൊ അവര് സംവഹനം ചെയ്യുന്ന ഓക്സിജന്റെ അളവ് കുറയും. ശരീരത്തിലേക്ക് വേണ്ടത്ര ഓക്സിജൻ എത്തില്ല. വളർച്ച പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പൊ രക്തകോശങ്ങളുടെ ഉൽപാദനം കുറയുന്നത് വഴി എന്ത് ചെയ്യും? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നൊരു അസുഖത്തിലേക്ക് ലീഡ് ചെയ്യും. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഇനി നമ്മൾ കുഞ്ഞുങ്ങളെ ഗർഭിണികളായിരിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതലേ തരുന്ന ഒരു വൈറ്റമിൻ ആണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. എന്തിനാന്ന് വെച്ചാല് ഗർഭസ്ഥ ശിശുവിന്റെ കുട്ടികൾക്ക് നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊന്നും തന്നെ ഉണ്ടാവാതിരിക്കാൻ, അവരുടെ നെർവസ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഫോളിക് ആസിഡ്. അപ്പൊ അതിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, ഗർഭാവസ്ഥയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടിക്ക് എന്ത് പ്രശ്നം ഉണ്ടായിരിക്കും? നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഫോളിക് ആസിഡ് കഴിക്കുമ്പോൾ നമുക്ക് അയൺ കണ്ടന്റ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരും. അപ്പൊ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടും. അപ്പൊ ഫോളിക് ആസിഡിന്റെ അളവ് കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് വരും? രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരും. അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12. സയാനോ കൊബാളമിൻ എന്ന് പറയുന്നതാണ് അതിന്റെ സയന്റിഫിക് നെയിം വരുന്നത്. ഇതും അത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ്. മഴവെള്ളത്തിൽ കാണുന്ന വൈറ്റമിൻ ആണ്. മഴവെള്ളത്തിൽ കാണുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12 അല്ലെങ്കിൽ സയാനോ കൊബാളമിൻ. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് നമ്മുടെ സയാനോ കൊബാളമിൻ എന്ന് പറയുന്നത്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നു. ഇനി ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ മനുഷ്യനിർമ്മിത രൂപമാണ് സയാനോ കൊബാളമിൻ എന്ന് പറയുന്നത്. അതേ പേരിൽ തന്നെയാണ് സയാനോ കൊബാളമിൻ. ദെൻ അത് വൻകുടലിൽ, നമ്മൾ ചെറുകുടലിലാണ് നേരത്തെ കേസ് പഠിച്ചത്. ഇത് വൻകുടലിൽ ബാക്ടീരിയകളുടെ സഹായത്തോടു കൂടി സൃഷ്ടിക്കപ്പെടുന്ന വൈറ്റമിൻ കൂടിയാണ് ഇത് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. ഇനി സയനൈഡ് പോയിസൺ. സയനൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാരകമായിട്ടുള്ള വിഷയമാണ് സയനൈഡ്. അപ്പൊ ഈ സയനൈഡ് പോയിസണിങ്ങിന് നമുക്കൊരു അതിനെതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് കൂടിയാണ് ഇത് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, അപ്പൊ നമുക്കറിയാമല്ലോ നമ്മുടെ കപ്പയുടെ ഇലയിലൊക്കെ സയനൈഡിന്റെ അംശം ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു പരിധിയിൽ അപ്പുറം ഇത് കഴിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. അപ്പോൾ അത്തരത്തിലുണ്ടാവുന്ന പോയ്സണിങ്ങിനൊക്കെ എതിരെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സയനോ കൊബാളമിൻ ഉപയോഗിക്കാം. ദെൻ ഇതിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന അസുഖമാണ് പെർനീഷ്യസ് അനീമിയ എന്ന് പറയും. പെർനീഷ്യസ് അനീമിയ. അപ്പോൾ വൈറ്റമിൻ B12 എന്ന് പറയുന്ന പേരാണ് സയനോ കൊബാളമിൻ. ഇത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നു. ദെൻ ഇതിന്റെ മനുഷ്യനിർമ്മിത രൂപമാണ് സയനോ കൊബാളമിൻ. മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ്. ഇത് വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ബാക്ടീരിയകളുടെ സഹായത്തോടു കൂടി നമ്മുടെ വൻകുടലിൽ അത് നിർമ്മിക്കപ്പെടുന്നുണ്ട്. പിന്നെ സയനൈഡ് പോയ്സണിങ് എതിരായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പെർനീഷ്യസ് അനീമിയാണ് ഇതിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന അസുഖം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വൈറ്റമിൻ B കോംപ്ലക്സസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ 2 ക്ലാസ്സുകളിൽ നിന്നായി വൈറ്റമിൻ B കോംപ്ലക്സസിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ PSCക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. താങ്ക് യു.